ഹലോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. അങ്ങനെ കാത്തിരുന്ന് ഇഗ്നോയുടെ 2025 ജൂലൈ സെഷൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പറയുമ്പോൾ ജൂലൈ സെഷൻ ആണെന്നുണ്ടെങ്കിലും അത് നോർമലി ജൂണിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ignoadmission.samar.edu.in ആണ് നമ്മുടെ സൈറ്റ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഹോം, റീജിയൻ സെൻറ്റർ, അഡ്മിഷൻ, FAQ, പ്രോഗ്രാം ഇൻഫോർമേഷൻ, ഹെൽപ്പ് ഡെസ്ക്, സൈൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണും. അതിന് തൊട്ട് താഴെയായിട്ട് വെൽക്കം ടു അഡ്മിഷൻ പോർട്ടൽ ഫോർ ODL പ്രോഗ്രാംസ് ജൂലൈ 2025 അഡ്മിഷൻ സൈക്കിൾ എന്ന് കാണും. അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് 2-3 ടൈപ്പൊക്കെ അഡ്മിഷൻസ് ഉണ്ട്. അതായത് ODL മീൻസ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, അതാണ് 99% ആൾക്കാരും എടുക്കുന്നത്. പിന്നെ ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. അതിൽ വളരെ ഒരു 10-15 പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓൺലൈൻ പ്രോഗ്രാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊന്നും എഴുതാൻ പറ്റില്ല കേട്ടോ. സെൻറ്ററിൽ പോയിട്ട് തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ടെസ്റ്റ് എഴുതണം. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊന്നും എഴുതാൻ പറ്റില്ല. അതിൽ ചുരുക്കം 100-ൽ ഒരാളൊക്കെയാണ് ഓൺലൈൻ പ്രോഗ്രാം എടുക്കുകയുള്ളൂ. നമ്മളിവിടെ ഓൺലൈൻ പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ODL പ്രോഗ്രാമിന് മാത്രമേ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 2025 ജൂലൈ അഡ്മിഷൻ സൈക്കിളിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂലൈ 15-ാം തീയതിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, ഇത് ഇവർ ഫസ്റ്റ് അനൗൺസ് ചെയ്തേക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇതെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. കാരണം ഈ ജൂലൈ അഡ്മിഷൻ ജൂണിൽ തുടങ്ങിയിട്ട്, ഇപ്പോൾ ജൂണിലാണല്ലോ ഇത് തുടങ്ങിയിട്ടുള്ളത്, അതൊരു സെപ്റ്റംബർ, ഒക്ടോബർ വരെയൊക്കെ നോർമലി കൊടുക്കാറുണ്ട്. പക്ഷേ ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ജൂലൈ 15-ാം തീയതിയാണ്. അപ്പോൾ അവർ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിന് അന്ന് ഈ പറഞ്ഞേക്കുന്ന ഒരു രജിസ്ട്രേഷൻ ചെയ്യരുത്. അതിപ്പോൾ എക്സാം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യരുത്. കാരണം ഈ ലാസ്റ്റ് ഡേറ്റ് അന്ന് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ലാസ്റ്റ് ഡേറ്റിന് അന്നാണ് ചെയ്യാൻ വരാറ്. അതുകൊണ്ട് തന്നെ സൈറ്റ് പോകാറുണ്ട്, ചെയ്യാൻ പറ്റാതെയും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഒരു 2-3 ദിവസം മുന്നെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിലവിൽ ജൂലൈ സെഷൻ്റെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂലൈ 15-ാം തീയതിയാണ്. അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസർ നെയിം, നിങ്ങളുടെ അപ്ലിക്കൻ്റ് നെയിം, അപ്ലിക്കൻ്റ് ഇമെയിൽ ID, അതുപോലെ തന്നെ ആ ഇമെയിൽ ID ഒന്ന് കൺഫർമേഷൻ കൊടുക്കുക, പാസ്വേഡ് സെറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് യൂസർ ID, പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് പിന്നെ വരുന്ന ഫോം ഏകദേശം ഒരു 8-9 സ്റ്റെപ്പോളം വരുന്നുണ്ട്. അത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അഡ്മിഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയിലോ കഫേയിലോ ഒക്കെ പോയി ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും അതിനകത്തൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് പേയ്മെൻ്റ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. സോ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ അഡ്മിഷൻ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും അഡ്മിഷൻ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കുക. നമ്മൾ വാട്സപ്പ് മെസ്സേജ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആരുടെ കോൾ എടുക്കില്ല, നോർമൽ കോൾ അക്സെപ്റ്റ് ചെയ്യില്ല. വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കാരണം അത്രയധികം എൻക്വയറീസ് വരുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജിൻ്റെ നമുക്ക് പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. സോ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ജൂലൈ 15-ാം തീയതിയാണ്. നമ്മൾ എന്തായാലും ഒരു ജൂലൈ 10 വരെയൊക്കെയാണ് അഡ്മിഷൻ എടുത്ത് കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റിൻ്റെ അന്ന് നമ്മൾ പൊതുവേ ഇവിടെ അഡ്മിഷൻ എടുത്ത് കൊടുക്കാറില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ജൂലൈ 10-ൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് പറയുന്നത്, DBID ഈസ് മാൻഡേറ്ററി ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. പ്ലീസ് ക്രിയേറ്റ് യുവർ DBID ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ആപ്ലിക്കേഷൻ പ്രോസസ്. ടു നോ മോർ പ്ലീസ് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ലിങ്കൊക്കെ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനകത്തൊരു നോട്ടിഫിക്കേഷനാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കണമെങ്കിൽ നോക്കാം. എന്തായാലും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് DBID വേണം. എന്താണ് DBID? DBID എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. സോ അത് വെച്ചാൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നമ്പർ വേണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ABC ID വേണം. ABC വെച്ച് കഴിഞ്ഞാൽ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എഡ്യൂക്കേഷൻ, നമ്മൾ ഈ ആധാർ നമ്പറൊക്കെ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ, നമ്മൾ കരിയർ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു നമ്പറാണ് ABC ID. അപ്പോൾ ABC ID ക്രിയേറ്റ് ചെയ്യണം. ABC ID കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് DBID ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ABC ID ഉണ്ടാക്കുക, എങ്ങനെയാണ് DBID ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ DBID ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അഡ്മിഷൻ എടുക്കാൻ അത് ആവശ്യമുണ്ട്. 2ാമത്തെ സ്റ്റെപ്പിൽ DBID ചോദിക്കുന്നുണ്ട്. സോ 2ാമത്തെ സ്റ്റെപ്പിൽ DBID കൊടുത്താൽ മാത്രമേ നമുക്ക് 3ാമത്തെ സ്റ്റെപ്പും 4ാമത്തെ സ്റ്റെപ്പൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ DBID വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പല ആൾക്കാരും സ്കോളർഷിപ്പ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇഗ്നോ ആയിട്ട് സ്കോളർഷിപ്പ് ഒന്നും കൊടുക്കുന്നില്ല. പകരം ഇഗ്നോത്തെ സ്റ്റുഡൻസിന് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലുണ്ട്. അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാസ്റ്റ് വൈസോ റിലീജിയൻ വൈസോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഇഗ്നോത്തെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഫിൽ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ
എപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് എത്രയാണെന്നുള്ളതാണ്. ഇഗ്നോയ്ക്കകത്ത് 350 പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഫീസ് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഫീസ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത് അവരുടെ പ്രോസ്പെക്ടസിലാണ്. അപ്പോൾ കോമൺ പ്രോസ്പെക്ടസ് ഇവിടെ ഇതാ വന്നിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് നോക്കി നോക്കാം. കാരണം എല്ലാ തവണയും അഡ്മിഷൻ തുടങ്ങി ഉടനെ തന്നെ നമ്മുടെ പ്രോസ്പെക്ടസ് റിലീസ് ആക്കാറില്ല, കുറച്ച് ടൈം എടുത്തിട്ടൊക്കെയാണ് വരാറുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് പ്രോസ്പെക്ടസ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രോസ്പെക്ടസ് വരാൻ അത്യാവശ്യം ടൈം എടുക്കാറുണ്ട്. അതായത് അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാലാണ് പ്രോസ്പെക്ടസ് വരാറുള്ളൂ. അപ്പോൾ അതിനകത്താണ് ഫീസ്, സിലബസ് കാര്യങ്ങളൊക്കെ അറിയുക. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വിക്ക് ഇൻഫോർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കണ്ടോ നിങ്ങൾ ഒരു 4 ഓപ്ഷൻ, അതിൽ 4ാമതായിട്ട് പ്രോഗ്രാം ഇൻഫോർമേഷൻസ് കണ്ടോ. ഇതിനകത്ത് ഇഗ്നോയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും ഇവിടെ കാണും. അപ്പോൾ ഇതിനകത്ത് സെർച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 350 പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി ഇവിടെ സെർച്ച് പ്രോഗ്രാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടത് MBA ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് MBA ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, MBAയുടെ എല്ലാ പ്രോഗ്രാമും ഇതെങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഞാൻ തൽക്കാലം MBA സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തൊരു പ്രോഗ്രാമിനെ പറ്റി അറിയാനാണെങ്കിൽ MBA അതിൽ റീഡ് മോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോഡ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ അണ്ടറിലാണ് അത് വരുന്നത്. ഡ്യൂറേഷൻ 2 years ആണ്. മീഡിയം ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. സ്പെഷ്യലൈസേഷൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞല്ലോ. സ്പെഷ്യലൈസേഷൻ വേറെ ഒന്നും ഇല്ലാത്ത MBA ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. സാലറി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ എലിജിബിലിറ്റി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്കകത്ത്, അതായത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രിക്കകത്ത് മിനിമം 3 year ഡിഗ്രി, ചിലയിടത്തൊക്കെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ വരും. ഡിപ്ലോമക്ക് 2 വർഷമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് മിനിമം 3 വർഷമുള്ള ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കണം. അറ്റ്ലീസ്റ്റ് 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി SC ST OBC നോൺ ക്രിമിനൽ സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5% റിലാക്സേഷൻ ഉണ്ട്. അതായത് 45% ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാം. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി ഫീസ് സ്ട്രക്ചർ വരുന്നത് നോക്കൂ. 16,000 പെർ സെമസ്റ്റർ ഫോർ ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത്. ഓക്കെ, അപ്പോൾ 1, 2, 4 സെമസ്റ്ററിൽ 16,000 രൂപയാണ്. ഫീസ് കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ സെഷനിൽ 15,500 ആയിരുന്നു, ഇപ്പോൾ 16,000 ആയിട്ടുണ്ട്. സോ 500 രൂപ ഓരോ സെമ്മിലും വെച്ച് കൂടിയിട്ടുണ്ട്. മാത്രമല്ല തേർഡ് സെമ്മിൽ 17,500 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് 18,000 രൂപ ആയിട്ടുണ്ട്. അവിടെയും 500 രൂപ കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് 300ഉം ഡെവലപ്മെൻറ്റ് ചാർജസ് 200 നമ്മൾ അടയ്ക്കണം. അപ്പോൾ എക്സ്ട്രാ ഈ ഫീസിന് പുറമേ ആയിട്ട് 500 കൂടി നിങ്ങൾ അടയ്ക്കണം. അത് ഏത് ആൾക്കാരും അഡ്മിഷൻ എടുക്കുമ്പോൾ ഏത് കോഴ്സാണെങ്കിലും പ്ലസ് രജിസ്ട്രേഷൻ ഫീസ് 300 വരും, ഡെവലപ്മെൻറ്റ് ചാർജസ് 200 വരും. അത് മാറ്റമൊന്നുമില്ല കേട്ടോ. ഓക്കെ, പിന്നെ അതിനകത്തുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് ഇതിനകത്ത് ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെയാണ് അതിലത്തെ സബ്ജക്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് അതൊരു അതിൻ്റെ ഒരു സമ്മപ്പ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിലെ പ്രോഗ്രാം ഇൻഫോർമേഷൻ നോക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോസ്പെക്ടസ് വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അഡ്മിഷൻ പർപ്പസിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ചോദിക്കുന്ന ആൾക്കാരോടാണ്. ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരും ഏത് പ്രോഗ്രാമിനാണ് അഡ്മിഷൻ എടുക്കുക എന്നുള്ള സംഭവം കളക്ട് ചെയ്യും. DBID ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. DBID നിങ്ങൾ മറ്റൊരു വീഡിയോ കണ്ടിട്ട് ക്രിയേറ്റ് ആക്കണം. ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ID വേണം, ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പറും വേണം. കാരണം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിലൊക്കെ വരും കേട്ടോ. പിന്നെ അഡ്രസ്സ് ഇൻക്ലൂഡിങ് പിൻകോഡ്. അതായത് അഡ്രസ്സ് മെയിനായിട്ട് നമ്മൾ വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക്സ് വരാനുള്ളതാണ്. പോസ്റ്റൽ അഡ്രസ്സിലോട്ടാണ് ബുക്ക് വരിക. ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കില്ലേ, അതായത് നിങ്ങളുടെ വീട്ടുപേര്, ലോക്കൽ സ്ഥലം, സിറ്റി, ലാൻഡ്മാർക്ക്, അതുപോലെ തന്നെ പിൻകോഡ് എല്ലാം അടങ്ങിയിട്ടുള്ള അഡ്രസ്സ് തന്നെ വേണം കേട്ടോ. അപ്പോൾ അതെല്ലാം വേണം. അതുപോലെ തന്നെ പാസ്വേഡ് സൈസ് ഫോട്ടോ, അത് ലേറ്റസ്റ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ സിഗ്നേച്ചർ, അത് വരയില്ലാത്തൊരു പേപ്പറിനകത്ത് നിങ്ങളൊരു സൈൻ ഇട്ട് തരാനാണ് പറയാറ്. ഇപ്പോൾ നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് വേണം, +2 സർട്ടിഫിക്കറ്റ് വേണം. ഇനി നിങ്ങളൊരു PGക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും വേണം. അതുപോലെ തന്നെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ്, അത് നിങ്ങൾക്ക് കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അത് കൺസോളിഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെം മുതൽ 6th സെം വരെ ഉള്ളത് ഒറ്റ പേജിലായിട്ട് വരുന്നതാണ് കൺസോളിഡേറ്റ്. അതുണ്ടെങ്കിൽ അത് എടുക്കാം. ഇൻ കേസ് അതില്ല എന്നുണ്ടെങ്കിൽ ഓരോ സെമ്മിൻ്റെ മാർക്ക് ലിസ്റ്റ് ആയാലും മതി. ഇനി അതല്ലെങ്കിൽ ഗ്രേഡ് കാർഡ് ആയാലും മതി കേട്ടോ. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ SC ST OBC നോൺ ക്രിമിനൽ സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. വേറെ ഏത് കാസ്റ്റ് ആണെങ്കിലും ആവശ്യമില്ല. ഇനി ഇൻകം സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ SC ST സ്റ്റുഡൻസിന് മാത്രം മതി കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് അഡ്മിഷൻ പർപ്പസിന് വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ്.
പിന്നെ ഇനി പ്രോസ്പെക്ടസ് വരുമ്പോൾ ഞാൻ ഓരോ പ്രോഗ്രാമിൻ്റെ ഇപ്പോൾ MBA MCOM BBA BCOM ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുക കേട്ടോ. അതായത് ഫീസ് എത്രയാവും, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള പിന്നെ എന്തൊക്കെ സബ്ജക്ട്സ് പഠിക്കാനുണ്ടെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നെ ഇടാം. ഇപ്പോൾ എന്തായാലും പ്രോസ്പെക്ടസ് റിലീസ് ആയിട്ടില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഫീസിൻ്റെ വേറെ എന്തെങ്കിലും PDF ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് 2025 ജൂലൈ സെഷന് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ജൂലൈ 15-ാം തീയതിയാണ്. സോ നിങ്ങൾ അതിൻ്റെ മുന്നൊക്കെ ആയിട്ട് അഡ്മിഷൻ എടുക്കുക, ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ എടുക്കരുത്. ഈ ഡേറ്റ് എന്തായാലും ഇനി എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷേ എക്സ്റ്റൻഷൻ വരണം എന്നുണ്ടെങ്കിൽ ജൂലൈ 15-നോ അല്ലെങ്കിൽ ജൂലൈ 15 കഴിഞ്ഞാലൊക്കെ എക്സ്റ്റൻഷൻ വരുള്ളൂ. സോ നിങ്ങൾ റിസ്ക് എടുക്കരുത്. അഡ്മിഷൻ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഫീസും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ 15-ാം തീയതിയുടെ മുന്നേ ആയിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. ഓക്കെ, ബൈ.